ഹായ് ഫ്രണ്ട്സ്, എത്ര മനോഹരമായ ഒരു കാഴ്ചയല്ലേ. കിഴക്ക് ആകാശത്ത് ഇന്ന് രാവിലെ കണ്ട ഒരു നല്ലൊരു മനോഹരമായ കാഴ്ചയാണിത്. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ, 6 മണിയായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചെമ്മാനം കാണുന്നതാണേ. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ചെമ്മാനവും പിന്നെ മഴക്കാറും എല്ലാം കൂടെ കൂടിയപ്പോഴത്തേക്കും കിഴക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച. ആകാശത്ത് ചെമ്മാനം, മഴക്കാറും സൂര്യൻ്റെ റെഡ് രശ്മികളും എല്ലാം കൂടെ കൂടി വളരെ മനോഹരമായൊരു കാഴ്ചയാണ് അല്ലേ. അത് കഴിഞ്ഞ് നല്ല വെയിലായിരുന്നു, നല്ല സൂപ്പർ വെയിലാണ്. ആകാശം നല്ല നീല നിറമായി, നല്ല സൂപ്പർ വെയിലുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നുകൊണ്ട് ഞങ്ങൾ ഏലത്തിന് മരുന്നടിക്കുകയായിരുന്നു ഇന്നത്തെ പണി. ഏലത്തിനെല്ലാം മരുന്നടിച്ചു, അല്ലെങ്കിൽ ഏലമെല്ലാം കേടായി പോകും. അതുകൊണ്ട് ഏലത്തിന് മരുന്നടിക്കുകയായിരുന്നു ഇന്നത്തെ പണിയെ. ഇതുകൊണ്ട് ഇത് എഴുകുമയിൽ കുരിശുമലയാണേ. വീട്ടിൽ നിന്ന് കാണാം. എഴുകുമല കണ്ടോ, കുരിശ് കണ്ടോ? എഴുകുമയിൽ കുരിശുമലയാണ്. ഒരുപാട് ദൂരെയാണ് കേട്ടോ. ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് കിട്ടിയതാണേ. അവിടെ ഇന്ന് കുർബാനയുണ്ട്. എഴുകുമയിൽ കുരിശുമല ശ്രദ്ധിച്ച് നോക്കിയ കുർബാന കേൾക്കാം. കേട്ടോ കുർബാന മൈക്കിൽ കൂടെയാണേ. അതിവിടം വരെ കേൾക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ പെട്ടെന്ന് അങ്ങ് ചെല്ലാൻ തോന്നും, പക്ഷേ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. വണ്ടി പിടിച്ച് വണ്ടിയെ കയറി വേണം പോകാൻ. ഒരുപാട് ദൂരമുണ്ട്. ഇത് കിഴക്കിൻ്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന വലിയൊരു കുരിശുമലയാണേ. ഇവിടെ ധാരാളം ആളുകൾ വരും മല കയറാനായിട്ട്. നോയമ്പ് കാലത്ത് വലിയൊരു കുരിശുമലയാണ് ഹൈ റേഞ്ചിലെ. അപ്പോൾ ഞാൻ രാവിലെ കപ്പയ്ക്ക് ഒരു തെരണ്ടിമീൻ കറി വെക്കാമെന്ന് കരുതി ചട്ടി ചൂടായി വന്നിട്ടുണ്ടേ. അതിലേക്ക് എണ്ണ ഒഴിച്ചു. കപ്പയ്ക്ക് ഇന്ന് ഉണക്കമീൻ കറി വെക്കാമെന്ന് കരുതി. തെരണ്ടിമീൻ ഉണ്ടായിരുന്നു. തെരണ്ടിമീൻ ഒരു കറി വെക്കാമെന്ന് കരുതി. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് വഴറ്റിയെടുക്കാം ആദ്യമായിട്ട്. അതിനുശേഷം ചെറിയുള്ളി, ഒരു 10-20 ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. കപ്പയ്ക്ക് നല്ലതാണ് ഉണക്കമീൻ കറി. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം 2-3 തണ്ട് കറിവേപ്പില കൂടി അതിൻ്റെ കൂടെ ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് 1 സ്പൂണ് മല്ലിപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി കൂടി ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ശേഷം പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉണക്കമീൻ വറുത്ത് കൂട്ടുന്നതിൽ നല്ലത് കറി വെച്ച് കൂട്ടുന്നതാണ് കേട്ടോ. വറുത്ത് കൂട്ടിയാൽ ഭയങ്കര ഉപ്പാണേ. എത്ര ഇറക്കിയാലും ഉപ്പ് പോകത്തില്ല. ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റിയൊക്കെ എടുക്കാം, എന്നാലും ഉപ്പ് കാണും. ഇനി അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. കുടംപുളി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളവും പുളിയും എല്ലാം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എല്ലാം കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് തിരണ്ടി കഷ്ണിച്ച് കഴുകി വെച്ചിരിക്കുന്നത് കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ പറ്റി വരുമ്പോഴത്തേക്കും വെള്ളം പറ്റും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം.
വെന്ത് വരുമ്പോഴേക്കും തീരെ പറ്റിപ്പോലെ. കപ്പയ്ക്ക് ഇച്ചിരി ചാറ് വേണമല്ലോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻകറി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പുണ്ടോ പുളിയുണ്ടോ എരിവുണ്ടോ എന്ന് നോക്കാം. എല്ലാ കൂട്ടുമുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഇനി ഉപ്പൊഴിക്കേണ്ട കാര്യമില്ല. മീനിന് ഉപ്പുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് കേട്ടോ. സൂപ്പറാണേ. ഈ രണ്ട് കറിവേപ്പില കൂടി അങ്ങ് ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി കേട്ടോ. കപ്പയ്ക്ക് കൂട്ടാൻ നല്ല സൂപ്പർ മീൻകറിയാണേ. ഇച്ചിരി ചാറോട് കൂടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കപ്പയ്ക്ക് ഇച്ചിരി ചാറൊക്കെ വേണം കൂട്ടണമെങ്കിൽ. അപ്പം നമ്മുടെ മീൻകറി റെഡിയായി. എനിക്ക് കുടുംബശ്രീക്ക് പോകണമായിരുന്നു. ഞാൻ കുടുംബശ്രീക്ക് പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.